ഹായ്, കെ ബി സ്വാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഇന്ന് ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആളുകളിലെ സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നു. കേട്ടാൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ആളുകൾ വളരെ ഇമോഷണലായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇനി സ്ട്രെസ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ മനുഷ്യർക്കും സ്ട്രെസ് ഉണ്ട് എന്നതാണ്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. മാത്രമല്ല, ഓരോ സാഹചര്യത്തിനനുസരിച്ച് സ്ട്രെസ്സിൻ്റെ ലെവലുകൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്ട്രെസ് ഹാൻഡിലിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പോം വഴി. ആ ഒരു ടോപ്പിക് എൻ്റയർലി ഡിഫറെൻ്റ് ആയൊരു മറ്റു ടോപ്പിക്കാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് 7 തരം പേഴ്സണാലിറ്റികളെ കുറിച്ചാണ്. ഇത്തരം പേഴ്സണാലിറ്റി അഥവാ ഇത്തരം മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് സ്ട്രെസ്സ് വളരെ കൂടുതലായിരിക്കും എന്നതാണ്. ഇനി സ്ട്രെസ്സ് 2 രീതിയിലുണ്ട്. ഒന്നാമത്തേത് ഹെവി സ്ട്രെസ്സ് വളരെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുക. രണ്ടാമത്തേത് ചെറിയ സ്ട്രെസ് ഒരുപാട് സമയത്തേക്ക് ഉണ്ടാവുക. ഇതിലേറ്റവും അപകടകാരി എന്ന് പറയുന്നത് ചെറിയ സ്ട്രെസ് ഒരുപാട് നേരത്തേക്ക് നിൽക്കുന്നതാണ്. സ്ട്രെസ്സിൻ്റെ ആ ഒരു അളവല്ല, സ്ട്രെസ്സ് നിലനിൽക്കുന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കുഞ്ഞ് സ്ട്രെസ് ഒരുപാട് സമയം നിലനിന്നാൽ അത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ വളരെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു 7 മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ഈ ഒരു പ്രശ്നം കൂടുതലായിരിക്കും എന്നതാണ്. കാരണം അങ്ങനെയുള്ളവർ എപ്പോഴും പ്രൊലോങ്ഡ് ആയ സ്ട്രെസ്സിന് വിധേയരായിരിക്കും. ഇതിലൊന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പീപ്പിൾ പ്ലീസേഴ്സാണ്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആകണം, എല്ലാവരും ഹാപ്പി ആയിരിക്കണം, എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, എല്ലാവരോടും റെസ്പോണ്ട് ചെയ്യണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ. ലോകത്തെ ഏറ്റവും പച്ചയായ ഒരു സത്യമാണ്, നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി, നിങ്ങൾ എത്ര പവർഫുൾ ആയാലും ശരി, ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചൊരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാകും. എല്ലാവർക്കും എപ്പോഴും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് ഒരു നല്ല അഭിപ്രായം, ഒരു നല്ല ഇംപ്രഷൻ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നെഗറ്റീവ് നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അത് ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ടൈം കൺട്രോളേഴ്സാണ്. അതായത് സമയത്തെ നിയന്ത്രിക്കാൻ ചിന്തിക്കുന്ന ആൾക്കാർ. ഏറ്റവും അപകടകരമായതും ഏറ്റവും മണ്ടത്തരമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് റിസോഴ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. വിഭവങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. വിഭവങ്ങളെ മാനേജ് ചെയ്യാനേ ശ്രമിക്കാവൂ. പണത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്, സമയത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്, കഴിവുകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അതിനെ ഹാൻഡിൽ ചെയ്യുക, അതിനെ കൈകാര്യം ചെയ്യാനാണ് പഠിക്കേണ്ടത്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ ഉപയോഗപ്രദമായി മാറ്റുകയാണ് ചെയ്യുക. അതിനെ തടഞ്ഞു നിർത്തുകയോ ഒഴുക്കിവിടുകയോ ചെയ്യുകയല്ല. സമയത്തെ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പണത്തെ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കൃത്യമായ ബഡ്ജറ്റുകൾ ഉണ്ടാക്കാവുന്നതാണ്, കൃത്യമായ അക്കൗണ്ടിങ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് നിയന്ത്രിക്കാൻ പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. കാരണം റിസോഴ്സുകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും നമുക്ക് സ്ട്രെസ്സ് കൂടിക്കൂടി വരും. മാത്രമല്ല അതൊരിക്കലും നിയന്ത്രണ വിധേയമാവുകയുമില്ല. അതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കും. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ടൈം കൺട്രോളേഴ്സ് എപ്പോഴും സ്ട്രെസ്ഫുൾ ആയ ഒരു പേഴ്സണാലിറ്റിയാണ്. മൂന്നാമത്തേത് സ്ട്രൈവേഴ്സാണ്. സ്ട്രൈവേഴ്സ് എന്നതിനെ വേറൊരു വിഭാഗമായിട്ട് പറയാറുണ്ട്. എപ്പോഴും മത്സരബുദ്ധിയുള്ള ആൾക്കാർ. എപ്പോഴും ഞാൻ ടോപ്പ് ആവണം, എപ്പോഴും ഞാൻ സ്ട്രോങ് ആവണം, എപ്പോഴും ഞാൻ വിജയിക്കണം എന്ന് വാശി പിടിക്കുന്ന ആളുകൾ. ജയപരാജയം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. രസകരമായ ഒരു കഥയുണ്ട്. ഒരു കുട്ടി ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. അതിൽ 2ാം സ്ഥാനം കിട്ടലായിരുന്നു കുട്ടിയുടെ ഉദ്ദേശം. 2ാം സ്ഥാനം കിട്ടാൻ വേണ്ടി ഒരു കുട്ടി ഓടുകയാണ്. എന്നാൽ കഷ്ടകാലത്തിന് ആ കുട്ടി ഓടി 1ാം സ്ഥാനത്ത് അപ്പം ഉണ്ടായിരുന്ന കുട്ടി തട്ടിത്തടഞ്ഞ് താഴെ വീണു. ഫിനിഷിംഗ് പോയിൻ്റ് തൊട്ട് മുമ്പാണ് സംഭവിച്ചത്. അങ്ങനെ 2ാമത് ഓടിയിരുന്ന കുട്ടി 1ാമനായി ഫിനിഷ് ചെയ്തു. സത്യം പറഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരാജിതനാണ്. കാരണം അവൻ 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മത്സരിച്ചത്. എന്നാൽ പുറമേ നിന്ന് കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടി വിജയിച്ച ഒരാളാണ്. കാരണം അവൻ 1ാമനായി വിജയിച്ചു. അപ്പോൾ വിജയപരാജയം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജയിക്കാൻ വേണ്ടി കളിക്കുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോഴൊക്കെ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ത്രില്ലാണ്, ഒരു രസമാണ്, നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഹരം നമുക്കുണ്ടാകും. പക്ഷേ എപ്പോഴും അങ്ങനെ വേണം എന്ന് വാശി പിടിക്കരുത്. കാരണം തോൽവിയും ജയത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ എഗെയിൻസ്റ്റ് അല്ല.
നാലാമത്തെ ടൈപ്പ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പ്രൊക്കാസ്റ്റിനേറ്റേഴ്സാണ്. അതായത് മാറ്റിവെക്കുന്ന ആളുകൾ. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മടിയുള്ള ആളുകൾ. മടിയൻ മല ചുമക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല. അങ്ങനെയുള്ള ആൾക്കാർ എല്ലാം അവസാനത്തേക്ക് മാറ്റിവെക്കും. ലാസ്റ്റ് ഒരുമിച്ച് ഒറ്റ കൂനയായിട്ട് മാറും. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് സ്ട്രെസ്സ് വളരെ കൂടുതലായിരിക്കും. ഇതിലാകെ ഒരൊറ്റ ബെനിഫിറ്റേ ഉള്ളൂ, മാറ്റി വയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു താൽക്കാലിക സുഖം. പക്ഷേ ആ മാറ്റി വെച്ച ശേഷം ഉണ്ടാകുന്നൊരു ടെൻഷനുണ്ട്, അത് ചെയ്യുമ്പോഴുള്ള ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ചെയ്യുമ്പോൾ എന്തായാലും അബദ്ധങ്ങൾ പറ്റും, അപ്പോൾ ആ എററിനെ ബേസ് ചെയ്ത് ടെൻഷൻ നമുക്കുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സിനെ അറ്റ് എ ടൈം ഒരുപാട് സമയത്തേക്ക് നമ്മൾ താങ്ങേണ്ടി വരും. എപ്പോഴും നല്ലത് ചെയ്യാനുള്ള കാര്യങ്ങളെ അപ്പപ്പം ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും മാറ്റി വയ്ക്കാതിരിക്കുക. ഒരിക്കൽ മാറ്റി വെച്ചാൽ മതി, പിന്നെ അത് നമുക്ക് ശീലമാകും. അതുകൊണ്ട് ഒരു രീതിയിലും മാറ്റി വെക്കരുത്, അങ്ങോട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് മുന്നോട്ട് പോകാനുള്ളൊരു ഡ്രൈവ് നമുക്ക് തനിയെ ഉണ്ടാകും എന്നുള്ളതാണ്. പലപ്പോഴും മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്നതിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ വർക്ക് നന്നായി ചെയ്തു തീർക്കുന്നതിൽ സന്തോഷമുണ്ട്. ആ സന്തോഷം ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ട് പ്രൊക്കാസ്റ്റിനേഷൻ പരമാവധി ഒഴിവാക്കുക. അടുത്ത ടൈപ്പ് പേഴ്സണാലിറ്റി ആംഗ്രി ബേർഡ്സ് ആണ്. അതായത് ദേഷ്യക്കാരായിട്ടുള്ള ആളുകൾ. നമ്മളിവരെ ചൂടന്മാർ, കലിപ്പന്മാരെന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയൂ? അവർക്കുണ്ടാവുന്ന എന്ത് ഇമോഷണൽ സ്ട്രെസ്സിനെയും ദേഷ്യമായിട്ടാണ് അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുക. അവർക്ക് നിരാശയുണ്ടായാലും അവർ ദേഷ്യപ്പെടും, അവർക്ക് സങ്കടം വന്നാലും അവർ ദേഷ്യപ്പെടും. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ഒരു ദേഷ്യമുള്ള അഥവാ അവർ അഗ്രസീവായ രീതിയിലായിരിക്കും അവരത് പ്രകടിപ്പിക്കുക. ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് ഇമോഷണൽ സ്ട്രെസ്സ് പൊതുവേ തന്നെ കൂടുതലായിരിക്കും. ഈ ഇമോഷണൽ സ്ട്രെസ്സിനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പുകളാണ്. ഹെൽത്തി റിലേഷൻഷിപ്പ് ഇവർക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ളവർക്ക് ഏതുനേരം പേടിയായി, കാരണം പിന്നൂരിയ ബോംബ് പോലെയാണ് ഇയാളുടെ നിൽപ്പും ഭാവം, എപ്പോൾ വേണേൽ പൊട്ടിത്തെറിക്കാം. അങ്ങനെ നിൽക്കുന്ന ഒരാളോട് നമ്മൾ ആരും മിണ്ടാൻ പോകാറില്ല. സ്വാഭാവികമായും അപ്പോൾ അയാൾക്ക് ആരോടൊന്നും ഷെയർ ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ലീഡർഷിപ്പ് റോളുകളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നമ്മൾ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അഥവാ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അത് വളരെ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങളുടെ കൂടെയുള്ളവരോട് ഓപ്പണായിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളാണ് യഥാർത്ഥ പുനർവിചിന്തനത്തിലേക്കും യഥാർത്ഥ ഇംപ്രവൈസേഷനിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊന്നും നിങ്ങളോട് പറയില്ല. പറയാത്തത്തോളം കാലം നമ്മൾ ശ്രദ്ധിക്കില്ല, ശ്രദ്ധിക്കാത്തത്തോളം കാലം നമ്മൾ വളരില്ല. അതുകൊണ്ട് ആംഗ്രി ബേർഡായി മാറാതിരിക്കുക. ഒരു ദേഷ്യം വന്നാൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള ഈസി ടിപ്പാണ്, മിണ്ടാതിരുന്നൊരു 10 വരെ മനസ്സിൽ കൗണ്ട് ചെയ്യുക. 1 2 3 4 എന്ന് കൗണ്ട് ചെയ്താൽ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ആ 10 വരെ കൗണ്ട് ചെയ്യുന്ന ഏതാനും സെക്കൻഡുകളുണ്ടല്ലോ, ആ സെക്കൻഡുകൾ മതി നിങ്ങൾക്ക് ആ തിളച്ചു പൂത്തുന്ന ദേഷ്യം തണുത്താറിപ്പോകാൻ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ ദേഷ്യം വരുന്ന സമയത്ത് സൈലൻ്റായിട്ട് നിന്നിട്ട് ഒരു 10 വരെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അടുത്ത പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വാരിയേഴ്സാണ്. അതായത് എല്ലാത്തിനും വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുന്ന ആളുകൾ. ബി ഓൾവേസ് പ്രിപ്പയർഡ്. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത ഇവർ യോദ്ധാക്കളെ പോലെയാണ്. എപ്പോഴും യുദ്ധസജ്ജരായിരിക്കുക എന്ന് പറയുന്ന പോലെ വരാൻ സാധ്യതയുള്ളതും സാധ്യതയില്ലാത്തതുമായ എല്ലാ സെനറിയോസിനും വേണ്ടി ഇവരെപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കും. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്സിന് നല്ലൊരു മരുന്നാണ്. പക്ഷേ പ്രിപ്പറേഷൻ കൂടിയാലും അപകടമാണ്. ഹാഫ് പ്രഷറാണ് ഒരു വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയാം. അതുപോലെ തന്നെ ഹാഫ് പ്രിപ്പറേഷനാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം പ്രിപ്പറേഷൻ കൂടുന്നതോറും റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റിസ്കിലേക്കായിരിക്കും വേണ്ട ഫോക്കസ് പോവുക, റിസൾട്ടിലേക്കായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും അയാൾക്ക് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാവുകയും അനുഭവം അങ്ങനെയാവുകയും അതുമൂലം അയാൾക്ക് സ്ട്രെസ്സ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും സജ്ജരായിരിക്കുക എന്നതിനേക്കാളേറെ ആവശ്യമുള്ള തയ്യാറെടുപ്പുകൾ ആ സമയത്ത് എടുക്കുക. എന്നിട്ട് നടപടികളിൽ ഫോക്കസ് ചെയ്യുക, ആക്ഷനിൽ ഫോക്കസ് ചെയ്യുക. അതാണ് അവിടെ ചെയ്യേണ്ട കാര്യം. ഇനി അടുത്ത പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ജഡ്ജിങ് പേഴ്സണാലിറ്റിയാണ്. ജഡ്ജിങ് പേഴ്സണാലിറ്റി ഉള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പൊതുവെ പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും. മാത്രമല്ല അവരെപ്പോഴും ഹൈ സ്റ്റാൻഡേർഡ്സാണ് എക്സ്പെക്റ്റ് ചെയ്യുക. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൂടെയുള്ളവരിൽ നിന്നും ഹൈ സ്റ്റാൻഡേർഡ്സ്, അവരുടെ പരിധിക്കപ്പുറം, അവരുടെ കഴിവിൻ്റെ പരമാവധിക്കോ അപ്പുറത്തേക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താൽ സ്വാഭാവികമായും നിങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾ കേൾക്കുന്ന ആളുകൾ, നിങ്ങളെ കാണുന്ന ആൾക്കാർക്കും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. കാരണം ഇങ്ങനെയുള്ളവർ പൊതുവെ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് സംസാരിക്കുക. അവരിങ്ങനെ അതിനെ വിമർശിക്കും, അവരതിനെ കുറ്റപ്പെടുത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല ഇൻറ്റൻഷൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ
കേൾക്കുന്നയാൾക്ക് ഇതൊരു 4-5 തവണ തുടർച്ചയായിട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവനോടിത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് പോകുമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല എന്നൊരു തോന്നലുണ്ടാവുകയും നമ്മളോട് ഫീഡ്ബാക്ക് ചോദിക്കാതിരിക്കുകയും ചെയ്യും. അത്തരമൊരു പ്രശ്നം ജഡ്ജിങ് പേഴ്സണാലിറ്റിക്കുണ്ട്. ഇനി ഈ 7 പേഴ്സണാലിറ്റിക്കാർക്ക് സ്ട്രെസ്സ് വളരെ കൂടുതലാകുമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? നിങ്ങൾക്ക് 7 പേഴ്സണാലിറ്റി അഥവാ 7 മൈൻഡ് സെറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക. നിങ്ങൾ സ്വയം നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച്, നിങ്ങളുടെ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ച്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രെസ്സിനെ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യാനും അതിനെ കോപ്പപ്പ് ചെയ്യാനും പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു അവബോധം എന്ന നിലയ്ക്ക് വീഡിയോ ചെയ്ത് പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.